ശ്രീയിൽ ഒപ്പുവെച്ച് കേരളം. സിപിഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് സർക്കാരിന്റെ തീരുമാനം. വിദ്യാഭ്യാസ സെക്രട്ടറി ഡൽഹിയിലെത്തിയാണ് ഒപ്പുവെച്ചത്. വാർത്ത സത്യമാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. നാളത്തെ സെക്രട്ടേറിയറ്റിന് ശേഷം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സർക്കാർ നടപടി വഞ്ചനാപരമെന്ന് പറഞ്ഞ ASF കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. KR സാജു ചേരുന്നുണ്ട്. സാജു, പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുന്നു, അതും പ്രധാന ഘടകകക്ഷിയായ CPIയുടെ എതിർപ്പ് മറികടന്നുകൊണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി പറഞ്ഞ ആലോചന ഇല്ലെങ്കിൽ ചർച്ച പോലും നടക്കാതെ ഒപ്പുവെക്കലിലേക്ക് ഏകപക്ഷീയമായി കടന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതുണ്ടാക്കുന്ന മുന്നണിയിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഒപ്പം തന്നെ രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ PM ശ്രീ കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് കരുതുന്നത്? ധന്യ, PM ശ്രീയിൽ ഒപ്പുവെക്കരുത് എന്ന CPIയുടെ മന്ത്രിസഭാ യോഗത്തിലെ അഭിപ്രായത്തെയും അതിനുശേഷം പരസ്യമായുള്ള നിലപാടിനെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെയെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ എത്തിയാണ് ഒപ്പിട്ടത്. ഇതോടുകൂടി SSIയുടെ തടഞ്ഞുവച്ചിരിക്കുന്ന 1500 കോടി രൂപയുടെ കേന്ദ്ര സഹായം അടക്കമുള്ളവ സംസ്ഥാനത്തിന് ലഭ്യമാവുകയും ചെയ്യും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ PM ശ്രീയിൽ നേരത്തെ 2022 മുതൽ കേരളം ഒപ്പുവെച്ചിരുന്നില്ല. അങ്ങനെ ഒപ്പുവെക്കാതിരിക്കാനായി കാരണം പറഞ്ഞിരുന്നത് സംഘപരിവാർ അജണ്ട ഉൾപ്പെടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും, അത് നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്ന കാരണത്താലാണ് ഒപ്പിടാതിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ തടഞ്ഞു തുടങ്ങിയതോടെ, വിദ്യാഭ്യാസ വകുപ്പിനുള്ള സഹായങ്ങൾ തടഞ്ഞു തുടങ്ങിയതോടെ ഇതിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതമാവുകയായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബുധനാഴ്ച ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ CPIയുടെ നിലപാട് CPI മന്ത്രിയായ K രാജൻ, റവന്യൂ മന്ത്രി, അറിയിച്ചിരുന്നു. ഇങ്ങനെ ഒപ്പുവെക്കാൻ പോകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെ ഒപ്പുവെക്കരുത് എന്നതാണ് CPIയുടെ നിലപാട് എന്നറിയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും മന്ത്രിസഭാ യോഗത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒപ്പുവെക്കാൻ പോകുന്നെന്നോ ഇല്ലെന്നോ എന്ന് ഉള്ള വിശദീകരണം നൽകാതെ CPI മന്ത്രിയുടെ പരാമർശങ്ങളെ അവഗണിച്ച് മന്ത്രിസഭാ യോഗം ആ ഘട്ടത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെ അറിയിച്ച കാര്യം CPI മന്ത്രിയായ GR അനിൽ ഇന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനു മുമ്പായി തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ആയ ബിനോയ് വിശ്വം പാർട്ടിയുടെ നിലപാട് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പാടില്ല എന്നാണ് CPIയുടെ നിലപാട് എന്ന് വിശദീകരിച്ചിരുന്നു. ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും CPI ഇക്കാര്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ബിനോയ് വിശ്വം അറിയിച്ചു. പക്ഷേ ബിനോയ് വിശ്വം ആ യോഗത്തിൽ പറയുമ്പോഴേക്കും ഡൽഹിയിൽ ഒപ്പിടൽ കർമ്മം നടന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് LDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും നൽകാത്ത തീരുമാനമുണ്ടായിരിക്കുന്നു. ഇതൊരു വിദ്യാഭ്യാസ വകുപ്പിന്റെ മാത്രം തീരുമാനമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി നടപ്പാക്കപ്പെട്ട തീരുമാനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു നയപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നതിലും സംശയമില്ല. പിന്നീട് LDFിലൂടെ CPIയെ അനുനയിപ്പിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് CPM നേതൃത്വമുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. അത് തടഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിൽ കേരളം ഈ പദ്ധതിയുടെ ഭാഗമാവുകയായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളെ പോലെ എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് പദ്ധതിയെ ചൊല്ലിയ ആശങ്കകൾ ഉയരുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കണം. ഞാൻ സാജുവിലേക്ക് വരാം. ബിജിൻ ബായന്തോട് ചേരുന്നുണ്ട്. ബിജിൻ, CPI നിലവിൽ ഈ വിഷയത്തിൽ വലിയ പ്രതികരണം നടത്തിയിട്ടില്ല. നമ്മൾ വിളിച്ചപ്പോഴും ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും ഇതിനോട് പ്രതികരിച്ചത്. നാളത്തെ സെക്രട്ടേറിയറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്നിപ്പോൾ നമ്മൾ കുറച്ചു മുമ്പെയാണ് പറഞ്ഞത് MV ഗോവിന്ദനുമായി ബിനോയ് വിശ്വം സംസാരിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതേ സമയത്ത് അവിടെ വിദ്യാഭ്യാസ സെക്രട്ടറി അത് ഒപ്പുവെക്കുകയായിരുന്നു. അത്തരത്തിൽ അവഗണിക്കുന്ന നിലപാട് CPM ഇപ്പോൾ എടുക്കുന്നത് അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്. വരും ദിവസങ്ങളുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമുണ്ട്. CPI ASF വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. കാരണം വിദ്യാഭ്യാസ സംഘടനകൾ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ആ പ്രതിഷേധം? തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ കൂടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു ആ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത്. ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും.
എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ന് രാവിലെ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ആളുകളുമൊക്കെയായി സംസാരിച്ചപ്പോഴും പറഞ്ഞത് വാസുകി ഡൽഹിയിലേക്ക് പോകുമെന്നാണ്. ആ വാർത്ത നമ്മൾ തന്നെ ബ്രേക്കിംഗ് ചെയ്തതാണ്.